സുവർണ കഥകളിലേക്ക് സ്വാഗതം. സാധാരണയായി പാച്ചു ഇത്രയും ലേറ്റ് ആവാറില്ല. കൂടിപ്പോയാൽ 11 മണി. അതിനുള്ളിൽ അവൻ PGയിലെത്തും. ഇപ്പോൾ മണി 12 ആകാൻ പോകുന്നു. നല്ല വിശപ്പുണ്ട്. റൂമിലില്ലാത്ത ദിവസങ്ങളിൽ കഴിക്കാൻ പോകുന്നതിനു മുൻപ് ഞങ്ങൾ പരസ്പരം വിളിച്ച് ചോദിക്കും. ഇന്ന് ഞാൻ 3-4 തവണയെങ്കിലും വിളിച്ചു. ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. വയറ്റിൽ ഗ്യാസ് കയറി തുടങ്ങി. ഇന്ന് ജിമ്മിൽ പോകാതിരുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റിയത്. എന്നെപ്പോലെയല്ല, പാച്ചു വളരെ മെലിഞ്ഞിട്ടാണ്. ഉടുപ്പിനകത്തുനിന്ന് പുറത്തു വന്നാൽ ശരീരം മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ നാണം കെടുത്തുമെന്നറിയാവുന്നതുകൊണ്ട് ബാത്റൂമിനകത്തല്ലാതെ വേറെ എവിടെയും അവൻ ഞങ്ങളെപ്പോലെ മേൽക്കുപ്പായമില്ലാതെ നിൽക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഒടുക്കത്തെ തീറ്റയാണ്. കുത്തിക്കേറ്റുന്നത് കണ്ടാൽ അവൻ്റെ ആമാശയത്തിനുള്ളിൽ ഒരു കോഴി ഒളിച്ചിരിപ്പുണ്ടെന്ന് തോന്നും. അല്ലെങ്കിൽ പിന്നെ അകത്തോട്ട് പോകുന്നതിന് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവണ്ടേ. തിന്നുന്നതൊക്കെ എവിടെയാണ് പിടിക്കുന്നത് എന്ന് ഞങ്ങൾ സുഹൃത്തുക്കൾ പലപ്പോഴും അവനെ കളിയാക്കാറുണ്ട്. അപ്പോഴൊക്കെ യാതൊരു ദേഷ്യവും കൂടാതെ അവൻ ചിരിക്കും. അരെ യാർ, ഖാനേക്ക് ടൈം പേ ഭൂക്ക മർനാ ഥാ യാർ. വിശപ്പ് ശരീരത്തോട് ഒരാൾ വാങ്ങുന്ന കടമാണെന്ന് ഈയിടെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിരുന്നു. പാഹറിൻ്റെ കാര്യത്തിൽ അത് ശരിയാണെന്ന് പലപ്പോഴും അവൻ്റെ ആർത്തി കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 10-20 വർഷമായി ആ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണവൻ. അതടച്ചു തീർന്നാലേ പാച്ചു ഞങ്ങളെപ്പോലെ വണ്ണം വയ്ക്കാൻ തുടങ്ങുകയുള്ളൂ. ഞാൻ ചപ്പാത്തിയുടെ പാക്കറ്റ് തുറന്നു നോക്കി. 4 എണ്ണം ഇരിപ്പുണ്ട്. മഹാദേവനും ശക്തിവേലും മണിപ്പൂരുകാരൻ ലുംസോയും ക്രിസ്തുമസ് അവധിക്ക് നാട്ടിൽ പോയിരിക്കുകയാണ്. എൻ്റെ അപ്പനും അമ്മച്ചിയും ചേച്ചിക്ക് നടുവേദനയാണ്, റെസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് പേരക്കുട്ടിയെ നോക്കാൻ ഒരാഴ്ച മുമ്പ് കുവൈറ്റിലോട്ട് പോയി. 2 മാസം കഴിഞ്ഞേ ഇനി റിട്ടേൺ കാണൂ. ക്രിസ്തുമസ് ആണെങ്കിലും ലൈബ്രറിക്ക് അവധിയൊന്നുമില്ല. അതുകൊണ്ട് നേരം കളയാതെ ആവശ്യമുള്ള ബുക്സൊക്കെ റെഫർ ചെയ്ത് കൊടുക്കാൻ ബാക്കിയുള്ള പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. പാച്ചു എന്ന് ഞങ്ങൾ വിളിക്കുന്ന പാഹർ ഫസ്റ്റ് സെമസ്റ്റർ കഴിയും വരെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലായിരുന്നു. ഛത്തീസ്ഗഡിലെ ആദിവാസി ഗ്രാമത്തിൽ നിന്നാണവൻ വരുന്നത്. വ്യക്തമായി പറഞ്ഞാൽ ദന്തേവാഡ, ഹാൽബ ഗോത്രക്കാരൻ. അവരൊക്കെ പരമ്പരാഗതമായി കൃഷിക്കാരാണ്. ചിലർ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഭംഗിയുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിക്കും. അവൻ്റെ അച്ഛൻ മഖ്ജൂറിനെ പോലെയുള്ള ആദിവാസികൾക്ക് ആർക്കും സ്വന്തമായി കൃഷിയിടമൊന്നുമില്ല. ജമീന്ദാറിൻ്റെ നെൽവയലുകളിൽ പണിയെടുത്താൽ കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് കൂടുതൽ ആളുകളും കഴിഞ്ഞുകൂടുന്നത്. പാഹറിൻ്റെ കുട്ടിക്കാലത്ത് അവൻ്റെ കുടുംബത്തിന് കിട്ടിയിരുന്ന കൂലി 2 നേരം വയറു നിറച്ചു തിന്നാൻ പോലും തികയുമായിരുന്നില്ല. അതുകൊണ്ട് രക്ഷിതാക്കളുടെ കൂടെ കുട്ടികളും പള്ളിക്കൂടത്തിലൊന്നും പോകാതെ വയലിലേക്കിറങ്ങും. പേരിനൊരു കെട്ടിടമുണ്ടെന്നല്ലാതെ സ്കൂളിൽ അധ്യാപകർ ആരും തന്നെ കുട്ടികളെ പഠിപ്പിക്കാറൊന്നുമില്ല. കാലത്ത് വന്ന് രജിസ്റ്ററിൽ ഒപ്പിട്ട ഉടനെ അവർ അരി കഴുകി അടുപ്പത്തിടും. അവരൊക്കെ കെട്ടിയൊരുങ്ങി വീട്ടിൽ നിറങ്ങുന്നത് തന്നെ ഇതിനാണെന്ന് തോന്നും. അരി വെന്തു തുടങ്ങുമ്പോഴേക്കും തൂക്കുപാത്രങ്ങളുമായി കുട്ടികൾ വന്നു തുടങ്ങും. തിളയ്ക്കുന്ന വലിയ ചെമ്പിനു മുന്നിൽ അവർ വരിവരിയായി നിൽക്കും. കോരിയെടുത്ത ചോറിൽ വിരൽ കൊണ്ടമർത്തി വേവ് ശരിയായെന്ന് തോന്നിയാൽ അധ്യാപകർ അത് കുട്ടികളുടെ പാത്രങ്ങളിൽ കോരിയൊഴിക്കും. കുട്ടികളുടെ എണ്ണമനുസരിച്ച് കഞ്ഞിയുടെ അളവിലും വ്യത്യാസം വരും. ചിലപ്പോൾ കുറച്ചു വറ്റും ചൂടുവെള്ളവും മാത്രമേ കാണൂ. ഉച്ചക്കഞ്ഞിയും കുടിച്ച് കലത്തിൽ ബാക്കി വല്ലതുമുണ്ടെങ്കിൽ അതുമായി കുട്ടികൾ വീടുകളിലേക്ക് മടങ്ങും. അതാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസം. ഞങ്ങൾക്ക് സ്കൂൾ നിങ്ങളെപ്പോലെ അറിവ് തരുന്ന സ്ഥലമല്ല, ചോറ് കിട്ടുന്ന സ്ഥലമാണ്. ശക്തി ഒഴിച്ചുകൊടുത്ത ഒരു ചിൽഡ് ബിയർ നുണയുന്നതിനിടയിൽ ഒരിക്കൽ ടെറസിൽ വെച്ച് അവൻ പറഞ്ഞു, ഇതാണല്ലേ ബിയർ. അതിൻ്റെ സ്വാദിഷ്ടമായ ചവർപ്പ് ആസ്വദിച്ചുകൊണ്ട് പാഹർ കണ്ണുകളടച്ചു. എന്നെപ്പോലെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് മാഷന്മാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. കണക്ക് എനിക്ക് പണ്ടേ വലിയ ഇഷ്ടമായിരുന്നു. 10 to 10 എന്ന് കേട്ടിട്ടുണ്ടോ? പാഹർ ചോദിച്ചു. ഞാൻ ഇല്ലെന്നു തലയാട്ടിയപ്പോൾ ലുംസോ പറഞ്ഞു, അരെ യാർ, തു ബീഡിക്ക 10 ദേഖാ ഹെ? മാൽ തോ വഹിയേ. എടാ, നീ ബീഡിയില കണ്ടിട്ടില്ലേ? അത് തന്നെ സാധനം. ദന്തേവാഡെ, ബസ്തർ തുടങ്ങിയ കാടുകളിൽ ബീഡിയിലയുടെ ധാരാളം മരങ്ങളുണ്ട്. നിത്യച്ചെലവിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആദിവാസികൾ നടത്തുന്നത് അതിൻ്റെ ഇല പെറുക്കി വിറ്റുകിട്ടുന്ന കാശുകൊണ്ടാണ്. പ്രത്യേകിച്ചും പെണ്ണുങ്ങൾ. 50 ഇലകൾ ചേർത്ത് വെച്ചാൽ ഒരു കെട്ട്, 1000 കെട്ട് ഒരു ചാക്ക്, അതായത് 50,000 ഇല. പട്ടണത്തിലെത്തിച്ചാൽ ചാക്ക് ഒന്നിന് 5000 വരെ കിട്ടും.
വയലിലെ പണി കഴിഞ്ഞ് കിട്ടുന്ന സമയം നോക്കി അമ്മമാരുടെ കൂടെ കുട്ടികളും പോകും. ഇത്രയും ഇലകൾ പെറുക്കിയെടുക്കാൻ ചിലപ്പോൾ 3 മാസം വേണ്ടിവരും. ഇതിന്റെ ശരിയായ കണക്കും കാര്യങ്ങളൊന്നും അറിയാതെ തലച്ചുമടുമായി ബച്ചേലിയിലെത്തുന്ന പാവം ആദിവാസികളെ കച്ചവടക്കാർ പറ്റിക്കും. അതുകൊണ്ട് നാട്ടുകാർ പട്ട വിൽക്കാൻ പോകുന്ന ദിവസം പാഹറിന് നല്ല കുശാലാണ്. അവനുണ്ടെങ്കിൽ കച്ചവടക്കാർ നെറ്റിച്ചുളിക്കും. അവന് കണക്കറിയാം, ആദിവാസികൾക്ക് കാശ് കൃത്യമായി കിട്ടും. അതിനു പകരം അവർ അവന് ആലു പൊറോട്ടയും മസാല ചായയും വാങ്ങിക്കൊടുക്കും. നിങ്ങൾക്ക് എത്ര ആലു പൊറോട്ട കഴിക്കാൻ പറ്റും? മഹാദേവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞങ്ങൾ ഒരു ബാർ ഹോട്ടലിൽ കയറി മെനു നോക്കിക്കൊണ്ടിരിക്കെ അവൻ വെല്ലുവിളിച്ചു. മഹാദേവൻ 4 എന്ന് പറഞ്ഞെങ്കിലും അത് മുഴുവൻ തിന്നാൻ അവനെക്കൊണ്ടാവില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. മാത്രമല്ല ഹോട്ടൽ ആരണ്യകിലെ പൊറോട്ടയ്ക്ക് സാമാന്യം നല്ല വലിപ്പവുമുണ്ട്. ഞങ്ങളൊക്കെ 2, 3 എന്നൊക്കെ പറഞ്ഞ് മുട്ടുമടക്കിയപ്പോൾ പാച്ചുവിൻ്റെ തള്ളു കേട്ട് ഞങ്ങൾ ശരിക്കും വാ പൊളിച്ചു പോയി. എത്ര? ഒന്നുകൂടി പറഞ്ഞേ. ഞങ്ങൾ മുഖം അവനു നേരെ അടുപ്പിച്ച് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദ്യം ആവർത്തിച്ചു. മേ 10 ഖാത്താ ഹൂം. ഞാൻ 10 എണ്ണം തിന്നും. ആർ യു റെഡി ടു ബെറ്റ്? അവൻ കൈ നീട്ടി. ബെറ്റ്. ശക്തിവേൽ പാഹലിന്റെ ഉള്ളം കൈയിൽ അടിച്ചു. ഇല്ലെങ്കിൽ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ നിന്റെ വക. ഓക്കെ ആണോ? ലിംസോ ചോദിച്ചു. അതിനുത്തരം അവൻ പറഞ്ഞില്ല. സെലിബ്രേഷൻ പോയിട്ട് ഒരു ചായ വാങ്ങിത്തരാനുള്ള കാശ് പോലും അവൻ്റെ കയ്യിൽ കാണില്ലെന്ന് എനിക്കറിയാമായിരുന്നു. സെക്കൻഡ് സെമസ്റ്റർ അവസാനിക്കാൻ 1 മാസം ബാക്കിയുള്ളപ്പോൾ ഒരു ദിവസം അവൻ ക്ലാസ്സിൽ തല കറങ്ങി വീണു. കുറെ വെള്ളമെടുത്ത് മുഖത്ത് കുടഞ്ഞിട്ടും ബോധം വീണില്ല. ഞങ്ങളെല്ലാം ശരിക്കും പേടിച്ചു. പെൺകുട്ടികൾ ക്ലാസ് എന്ന കാര്യം പോലും മറന്ന് ഉറക്കെ നിലവിളിച്ചു. മാത്സ് ടീച്ചറുടെ കാറിൽ ഞങ്ങൾ അവനെയും കൊണ്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഡ്രിപ്പ് കയറ്റി തുടങ്ങിയതും പാഹർ പെട്ടെന്ന് ഉഷാറായി. വേറെ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞു. കാലത്തൊന്നും കഴിച്ചിട്ടില്ലേ? അദ്ദേഹം ചോദിച്ചു. യെസ് ഡോക്ടർ, ഇഡലി 10. ഉയർത്തിപ്പിടിച്ച അവൻ്റെ 10 വിരലുകളിലേക്ക് തറപ്പിച്ചു നോക്കിയ ഡോക്ടർ സെൽഫി എടുത്തുകൊണ്ടിരിക്കെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ പെൺകുട്ടിക്കരികിലേക്ക് പോയി. സത്യമാടാ, ശരിക്കും ഞാൻ വിശന്നിട്ട് തന്നെ വീണതാ. പാഹർ ഡോക്ടർ പോയ വശത്തേക്ക് നോക്കി ഞങ്ങളോട് പറഞ്ഞു. യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിൽ 1 വർഷത്തേക്കുള്ള കാശ് ഒന്നിച്ചടയ്ക്കണം. രാവിലെ 3 ഇഡലിയിലധികം കിട്ടില്ല. കൂടുതൽ വേണമെങ്കിൽ വേറെ കാശ് കൊടുക്കണം. ഉച്ചയ്ക്ക് ചോറ് കിട്ടും. 3ാമത് വിളമ്പണമെങ്കിൽ അതിനും കൊടുക്കണം എക്സ്ട്രാ. ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയ ഞങ്ങൾ അടുത്തുള്ള ഹോട്ടലിൽ കയറി ഒരു ഫുൾ എഗ് ബിരിയാണി അവനു വേണ്ടി ഓർഡർ ചെയ്തു. അത് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ അവൻ്റെ നാടും വീടുമൊക്കെ എടുത്ത് ഞങ്ങളുടെ മുന്നിലേക്കിട്ടത്. ശരിക്കും സങ്കടം തോന്നി. പറഞ്ഞ പോലെ കണക്കിൽ ഒടുക്കത്തെ തലയാണ്. ഏത് പ്രോബ്ലമായാലും ചോദിച്ചാൽ വളരെ ലളിതമായി അത് മറ്റുള്ളവർക്ക് പറഞ്ഞു തരാനുള്ള മിടുക്കും താല്പര്യവും അവനുണ്ട്. അത് മനസ്സിലാക്കിയതുകൊണ്ടാവണം ഒരു ദിവസം മഹാദേവൻ എൻ്റെ ചെവിയിൽ പറഞ്ഞു, എടാ നമുക്കിവനെ നമ്മുടെ PGയിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ? അത് നല്ല ഐഡിയയാണെന്ന് എനിക്കും തോന്നി. 3 മുറികളുള്ള വലിയൊരു ഫ്ലാറ്റാണ് ഞങ്ങൾ 4 പേരും കൂടി ഷെയർ ചെയ്യുന്നത്. കയറി വരുമ്പോൾ തന്നെ വിശാലമായ ഒരു സ്വീകരണമുറിയുണ്ട്. അവിടെ മൂലയ്ക്ക് എവിടെയെങ്കിലും ഒരു കുൽറ്റ് ഇട്ടുകൊടുത്താൽ അവൻ കിടന്നോളും. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം 3ാമത്തെ സെമസ്റ്റർ തുടങ്ങുമ്പോൾ പാഹറിന് ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഒഴിവായി കിട്ടും. ട്രൈബാണെങ്കിലും ഹോസ്റ്റലിൽ വർഷത്തേക്ക് 15,000 അടയ്ക്കണം. ആ തുക തീറ്റയിലേക്ക് വകവയ്ക്കാൻ പറ്റുമെന്നറിഞ്ഞതോടെ പാഹറിനും സന്തോഷമായി. അവൻ്റെ വാടക ഞാനും മഹാദേവനും കൂടി ഏറ്റെടുത്തപ്പോൾ സഹമുറിയന്മാർ 2 പേരും ഓക്കെ അടിച്ചു. പക്ഷേ ഈ സഹായത്തിനു പകരം ഞങ്ങളെ അവൻ കണക്ക് പഠിപ്പിക്കണം. പാഹറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആനക്കാര്യമൊന്നുമല്ല. അവൻ അന്നു തന്നെ ഹോസ്റ്റലിനോട് ബൈ പറഞ്ഞ് PGയിലേക്ക് വന്നു. പാഹർ വിശന്ന് മരിക്കാതിരിക്കേണ്ടത് അതോടെ ഞങ്ങളുടെ കൂടി ആവശ്യമായി മാറി. തൻ്റെ മുടിഞ്ഞ വിശപ്പ് ഞങ്ങൾക്ക് ബാധ്യതയാകുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഒരിക്കൽ അവൻ വിഷമത്തോടെ പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇച്ചിരി കൂടി അയക്കാൻ പറ്റുമോ എന്ന് ഞാൻ ബാബയോട് ചോദിച്ചതാ. പട്ട പെറുക്കി കിട്ടുന്ന കാശാണ് അദ്ദേഹം എനിക്ക് അയച്ചു തരുന്നത്. പക്ഷേ ഇപ്പോൾ കാർഡൊക്കെ മാവോയിസ്റ്റുകളുടെ കയ്യിലാ. അവർക്ക് പിറകെ പോലീസുകാരുമുണ്ട്. പഴയതുപോലെ എല്ലാം പെറുക്കിയെടുക്കാനൊന്നും പറ്റില്ല. മാവോയിസ്റ്റുകളുടെ പ്രധാന വരുമാനം പട്ടയ. ആർത്തി കാണിച്ച് അവരെ പിണക്കാനും പറ്റില്ല. ഗംഗീഭായിയെ പോലുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് ജമീന്ദാർമാർ ഞങ്ങളെ കൊല്ലാതെ വിടുന്നത്.
കഴിഞ്ഞ ഡിസംബറിൽ കിടന്നു കൊടുക്കാത്തതിന് 2 ഗോണ്ട് പെൺകുട്ടികളെ അവന്മാര് റേപ്പ് ചെയ്തതിനു ശേഷം ജീവനോടെ വൈക്കോലിലിട്ട് കത്തിച്ചു. ഇവിടുത്തെ ഏതെങ്കിലും പത്രത്തിൽ വന്നോ? ചാനലിൽ വാർത്തയായോ? എവിടെയും വരില്ല. പോലീസ് കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ല. ഒടുവിൽ ഗംഗയുടെ ആൾക്കാർ തന്നെ അവന്മാർക്കിട്ടു പണി കൊടുത്തു. രാത്രി ബച്ചേലിയിൽ നിന്ന് ജീപ്പിൽ വരുമ്പോൾ ഒരു കുഴിബോംബ് പൊട്ടിച്ച് എല്ലാറ്റിനെയും തീർത്തു. പക്ഷേ പ്രശ്നം അതല്ല. കിട്ടേണ്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പൊക്കും എന്നു പറഞ്ഞതുപോലെ മാവോയിസ്റ്റുകളെ കിട്ടിയില്ലെങ്കിൽ കോബ്രയും CRPFും DRGയുമെല്ലാം കലി തീർക്കുന്നത് ഞങ്ങളോടാ. ഇതറിയാവുന്നതുകൊണ്ട് ഒരു തിരിച്ചടി നടന്നാൽ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ ആണുങ്ങളെല്ലാം ആ സ്പോട്ടിൽ സ്ഥലം വിടും. പിന്നെ 1 മാസം കഴിഞ്ഞേ തിരിച്ചു വരൂ. ഇവിടെയെല്ലാം തോക്കിൻ്റെ കളിയാ സഹോദര. നക്സലുകളെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പോലീസുകാർ ബീഡിയില പെറുക്കാൻ സമ്മതിക്കില്ല. അതോടെ നാട്ടീന്നു പാഹറിന് കാശ് വരാതാകും. വിശപ്പിന് പക്ഷേ ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അവൻ സ്വിഗ്ഗിയിൽ ഡെലിവറി ബോയ് ആയി. ലുംസോവിൻ്റെ ബൈക്കിൽ എണ്ണയും അടിച്ച് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. രാത്രി 1 മണി വരെ കറങ്ങിയാൽ 10-700 രൂപ കിട്ടും. 500 രൂപയ്ക്ക് അവൻ തിന്നും. ഇടയ്ക്ക് ഒരു ചിൽഡ് ബിയർ വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങളെ ചെറുതായി തണുപ്പിക്കും. അപ്പോഴെല്ലാം കുപ്പിയിൽ നിന്ന് ഒരു തുള്ളി പോലും കഴിക്കാതെ അവൻ ഞങ്ങൾ സന്തോഷിക്കുന്നതും നോക്കി വെറുതെയിരിക്കും. ഞങ്ങൾക്ക് ഇങ്ങോട്ടും എന്തെങ്കിലും തരാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന ഒരു അഭിമാനം അവൻ്റെ ക്ഷീണിച്ച കണ്ണുകളെ ഉറക്കത്തിലേക്ക് വിടാത്തവണ്ണം പിടിച്ചു നിർത്തുന്നത് ഞാൻ കണ്ടു. 2 മാസം കഴിഞ്ഞില്ല. ഒരു ദിവസം നേരത്തെ വന്നു. ബൈക്ക് സ്റ്റാൻഡിലിട്ട് കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ശക്തി ശ്രദ്ധിച്ചത്. അവൻ്റെ കയ്യിൽ സുഖിയുടെ ബാഗില്ല. കുറെ നിർബന്ധിച്ചപ്പോൾ സത്യം പുറത്തായി. അവൻ്റെ പണി പോയി. ഡെലിവറിക്കിടയിൽ വിശപ്പ് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഓർഡർ ചെയ്ത ഭക്ഷണം കസ്റ്റമറിന് കൊടുക്കാതെ അവൻ വഴിയിലിരുന്നു തിന്നു. ആർത്തിയെപ്പറ്റി പറഞ്ഞ് ഞങ്ങൾ കളിയാക്കി ചിരിച്ചപ്പോൾ അവൻ മുഖം കാൽമുട്ടുകൾക്കിടയിലേക്ക് പൂഴ്ത്തിവെച്ച് കരയാൻ തുടങ്ങി. ഞങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. കാരണം ഞങ്ങളൊന്നും വിശപ്പ് അനുഭവിച്ചിട്ടില്ല. അവൻ്റെ ഉള്ളിലെ വിശപ്പിന് അവൻ്റെ ഗോത്രത്തോളം പഴക്കവും വലിപ്പവുമുണ്ടെന്ന് എനിക്ക് തോന്നി. അവൻ കഴിക്കുന്നത് മുഴുവൻ വലിച്ചെടുത്തുകൊണ്ട് അത് വീണ്ടും വീണ്ടും വളരുകയാണ്. അടുത്തിടെയായി അവൻ ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. സുഖി പോലെ കാശ് വലുതായിട്ടൊന്നും കിട്ടില്ല. അത് നന്നായി. മഹാദേവൻ കളിയാക്കി. അവിടെ ആണിയും പൈപ്പുമൊക്കെയല്ലേ, തിന്നാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ സിഗരറ്റ് കത്തിച്ച് പുകവിടുമ്പോഴൊക്കെ അതിൻ്റെ വളയങ്ങളിലേക്ക് നോക്കി അവൻ പറയും, ഈ പുകച്ചു കളയുന്ന കാശിന് എത്ര ചപ്പാത്തി വാങ്ങി തിന്നാമായിരുന്നു. അതിനുത്തരമെന്നോണം ഇരുന്ന സ്ഥലത്തുനിന്ന് ശക്തിവേൽ ഒരിക്കൽ അവനെ ഉറക്കെ തൊഴിച്ചു. പാഹറിൻ്റെ കണ്ണട തെറിച്ചുപോയി. ഞാൻ ശക്തിയെ വഴക്കു പറഞ്ഞു. നന്നായി വേദനിച്ചെങ്കിലും അത് പുറത്തു കാണിക്കാതെ പാഹർ കണ്ണട എടുത്ത് മൂക്കിൽ വെച്ചുകൊണ്ട് ശക്തിയെ പുച്ഛത്തോടെ നോക്കി. ഞങ്ങളുടെ നാട്ടിലെ ജമീന്ദാർമാരുടെ ചവിട്ട് വെച്ചു നോക്കുമ്പോൾ ഇതൊക്കെ എന്ത്? തോക്കിൻ്റെ പാത്തി കൊണ്ടുള്ള അടി കിട്ടിയിട്ടുണ്ടോ? അവൻ ഞങ്ങളെ നോക്കി. ഞങ്ങൾ പരസ്പരം നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നാ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദാ ഇവിടെ നടുപ്പുറത്ത്. എൻ്റെ അച്ഛൻ ചോര തുപ്പിയിട്ടുണ്ട്. അടിച്ചാൽ എന്താന്നറിയില്ല, ജമീന്ദാറിന് ഞങ്ങളോട് ചെറിയൊരു അലിവ് തോന്നും. വീട്ടിലേക്ക് വിളിച്ച് 2 കിലോ ഗോതമ്പ് തരും. അന്ന് വീട്ടിൽ ദീപാവലി പോലെയാണ്. വയറ് നിറച്ച് കഴിക്കാം. അതുകൊണ്ട് അപ്പന് എന്നും അടികിട്ടണേ എന്ന് ഞങ്ങൾ മൗലി മാതയോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സന്തോഷം കണ്ട് അച്ഛൻ ചിരിക്കും. അപ്പോൾ വായിൽ നിന്ന് വീണ്ടും ചോര വരും. അപ്പോഴേക്കും വെയിറ്റർ മേശപ്പുറത്ത് ചൂടുള്ള പ്ലേറ്റുകൾ നിരത്തി. അതിലേക്ക് ആലു പൊറോട്ടകൾ എടുത്തു വയ്ക്കുമ്പോൾ പാച്ചുവിൻ്റെ വായിൽ വെള്ളം നിറയുന്നത് ഞാൻ കണ്ടു. അവനതിൽ കൈവച്ചതും ലിംസോ തടഞ്ഞു. തോറ്റാൽ എന്തു ചെയ്യുമെന്നു പറ. मैं किधर भी हारूंगा लेकिन इधर हारने वाला नहीं साले. ഞാൻ എവിടെ തോറ്റാലും ഇവിടെ തോൽക്കില്ലടാ എന്നും പറഞ്ഞ് അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ചുരുട്ടി പല്ലിൽ വച്ച് 2 കഷണങ്ങളാക്കി മുറിച്ച് ചവയ്ക്കാൻ തുടങ്ങി. അടുത്ത 5 എണ്ണം കൂടി അവസാനിപ്പിച്ച് അതിനുമേൽ ഒരു ചിൽഡ് ബിയറും കൂടി വലിച്ചു കുടിച്ചു. അതു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 4 എണ്ണം കൂടി കാലിയാക്കി ഒരു ഏമ്പക്കം അവൻ വെല്ലുവിളി പോലെ ലിംസോയ്ക്ക് നേരെ എറിഞ്ഞു. ഇനി എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടോ എന്ന അർത്ഥത്തിൽ കസേരയിൽ ചാരിയിരുന്ന് ഞങ്ങളെ നോക്കി. ആരുമൊന്നും പറഞ്ഞില്ല. ഈ പന്തയം വേണ്ടായിരുന്നുവെന്ന് ശക്തിവേലിന് അപ്പോൾ തോന്നിക്കാണും.
ഒന്നുകൂടി വിളിച്ചു നോക്കാം. അവൻ വരുന്നുണ്ടെങ്കിൽ താഴെ 12:30 വരെ തുറന്നുവയ്ക്കുന്ന പരേഷ് ഭായിയുടെ ബേക്കറിയിൽ ചെന്ന് ഒരു പാക്കറ്റ് ചപ്പാത്തി കൂടി വാങ്ങണം. വിളിച്ചു, കിട്ടുന്നില്ല. മൊബൈൽ ഇപ്പോഴും ഓണാക്കിയിട്ടില്ല. അവൻ്റെ കയ്യിലിരിക്കുന്നത് ചുണ്ടലിയുടെ വലിപ്പമുള്ള പഴയ നോക്കിയാണ്. പുതിയ ഫോൺ വാങ്ങുമ്പോൾ എൻ്റെ പഴയ ആൻഡ്രോയിഡ് അവന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 ചപ്പാത്തി എടുത്ത് പാനിലിട്ടു. ഫ്രിഡ്ജ് തുറന്നു. നർമ്മദ ഇന്നലെ മേടിച്ചു തന്ന ഐസ്ക്രീമിൽ ഇത്തിരി ബാക്കിയിരിപ്പുണ്ട്. ചപ്പാത്തിയും ഐസ്ക്രീമും നല്ല കോമ്പിനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് കോമ്പിനേഷൻ ഉണ്ടാകുന്നത്. അതിസുന്ദരിയായ നർമ്മദ അവളെക്കാളും ഉയരം കുറഞ്ഞ സമീറയെ പ്രേമിക്കുന്നത് പോലെ. ചപ്പാത്തി കഴിച്ച് പ്ലേറ്റ് സിങ്കിലിട്ട് മുറിയിലെത്തിയതും ഫോൺ ശബ്ദിച്ചു. പരിചയമില്ലാത്ത നമ്പറാണ്. ആരാണീ പാതിരാത്രിക്ക്? ഹലോ. ഞാൻ ഫോൺ എടുത്തു. മറുതലയ്ക്കൽ ഒരു സ്ത്രീയാണ്. സായിപ്പിൻ്റെ ആക്സെൻറ്റിലാണ് സംസാരിക്കുന്നത്. മെൽവിസ് നിങ്ങളാണോ? അതെ. ഞാൻ പറഞ്ഞു. പാഹർ നിങ്ങളുടെ സുഹൃത്താണോ? യെസ്, എൻ്റെ റൂംമേറ്റാണ്. ഞാൻ അശ്വിനി പാണ്ഡെ. ഇപ്പോൾ പാം സിറ്റി റിസോർട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിലേക്ക് ഇവിടേക്കുള്ള മാപ്പ് ഇട്ടിട്ടുണ്ട്. ഉടൻ വരിക. നിങ്ങളുടെ സുഹൃത്ത് അപകടത്തിലാണ്. എന്തെങ്കിലും ചോദിക്കും മുൻപ് അവർ ഫോൺ കട്ട് ചെയ്തു. അങ്ങോട്ട് ട്രൈ ചെയ്തെങ്കിലും എടുത്തില്ല. അവർ അയച്ചു തന്ന ഗൂഗിൾ മാപ്പ് നോക്കി. പാം സിറ്റിയിലേക്ക് ഇവിടെ നിന്ന് 23 കിലോമീറ്റർ ഉണ്ട്. ഈ നേരത്ത് വലിയ ട്രാഫിക്കൊന്നും ഇല്ലാത്തതു കാരണം കാറിന് 42 മിനിറ്റാണ് കാണിക്കുന്നത്. ഈ പാതിരാത്രിക്ക് പാഹർ എന്ത് പുകിലാണാവോ ഒപ്പിച്ചു വച്ചേക്കുന്നത്. താഴെ ലിംസോയുടെ ബൈക്ക് കിടപ്പുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ബൈക്കിനേക്കാൾ നല്ലത് കാറാണ്. പാഹറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ലല്ലോ. PGകളിൽ കാറുള്ള 1-2 കൂട്ടുകാർ ക്രിസ്തുമസിന് നാട്ടിലാണ്. പെട്ടെന്നാണ് നർമ്മദയെ ഓർമ്മ വന്നത്. അവൾ 8 കിലോമീറ്റർ അപ്പുറം ഒരു ഫ്ലാറ്റിലാണ് താമസം. 2ാമത്തെ റിങ്ങിൽ തന്നെ നർമ്മദ ഫോൺ എടുത്തു. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കൂടെ അവളും വരാമെന്നു പറഞ്ഞു. ഞാൻ ലിംസോയുടെ ബൈക്കിൽ കയറി ഫ്ലാറ്റിനു മുന്നിൽ എത്തിയപ്പോഴേക്കും അവളുടെ ടൈഗൂൺ ഗേറ്റ് ഇറങ്ങി വന്നു. അവൾ സെക്യൂരിറ്റിയോട് എൻ്റെ ബൈക്ക് അകത്ത് പാർക്ക് ചെയ്യാൻ ഏർപ്പാട് ചെയ്തു. ടെൻഷൻ കാരണം കാർ ഓടിക്കാൻ പറ്റില്ലെന്ന് തോന്നിയതുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഞാൻ കീ വാങ്ങിയില്ല. കഷ്ടിച്ച് 40 മിനിറ്റ് ആയില്ല. അപ്പോഴേക്കും ഞങ്ങളുടെ ടൈഗൂൺ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് പാം സിറ്റിയുടെ റിസപ്ഷന് മുന്നിൽ വന്നു നിന്നു. അശ്വിനി പാണ്ഡെ ഞങ്ങളെയും കാത്ത് ലോബിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഫോൺ വിളിച്ചപ്പോൾ അവരുടെ ശബ്ദത്തിലുണ്ടായിരുന്ന പതർച്ചയൊന്നും നേരിട്ട് കണ്ടപ്പോൾ തോന്നിയില്ല. കൈകൂപ്പി പുതുതായി ചെക്ക് ഇൻ ചെയ്ത 2 താമസക്കാരോടെന്ന പോലെ ഹൃദ്യമായി ചിരിച്ചുകൊണ്ട് അവർ ഞങ്ങളെയും കൂട്ടി സസ്യലതാദികൾ നിറഞ്ഞ റിസോർട്ടിൻ്റെ കോറിഡോറിലൂടെ കുറേ ദൂരം നടന്ന് കൃത്രിമമായ വെള്ളച്ചാട്ടത്തിനു മുന്നിലൂടെ വിശാലമായ പുൽത്തകിടിയിലേക്ക് കയറി. യൂട്യൂബിലൂടെയും ഇൻസ്റ്റ വഴിയുമൊക്കെ പാം സിറ്റിയെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമാണ്. നിരവധി വിദേശികളും അതുപോലെ ശതകോടീശ്വരന്മാരുമൊക്കെ സ്ഥിരം വന്നു പോകുന്ന റിസോർട്ടാണ്. അതിനകത്തേക്ക് കടന്നാൽ പിന്നെ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റികളിലൊന്നിൻ്റെ നടുക്കാണെന്ന് ഒരിക്കലും തോന്നില്ല. അപ്രതീക്ഷിതമായി ഒരു കാടിനകത്ത് പെട്ടതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. വിശാലമായ ലോണിൽ എന്തോ വലിയ ആഘോഷം നടന്ന മട്ടുണ്ട്. ജോലിക്കാർ കസേരകൾ ഒരു കോണിലേക്ക് നീക്കിയിടുകയും മേശവിരികളിൽ നിന്നും അത്താഴ പാത്രങ്ങളും ക്രിസ്റ്റൽ ഗ്ലാസുകളുമൊക്കെ എടുത്തു മാറ്റുകയും ചെയ്യുന്നുണ്ട്. പുൽത്തകിടിയിൽ ചുളിഞ്ഞ ടിഷ്യൂ പേപ്പറുകൾ പറന്നു നടക്കുന്നു. പാഹർ എവിടെ? ഞാൻ ചോദിച്ചു. അശ്വിനി പാണ്ഡെ ആ ചോദ്യം കേൾക്കാത്തതുപോലെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. അവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ജോലിക്കാർ കേൾക്കെ ഞാൻ ആക്രോശിച്ചു. എന്താണ് അവന് പറ്റിയത്? നിങ്ങൾ എന്താണ് ചെയ്തത്? അവൻ എന്തിനാണ് ഇവിടെ വന്നത്? ആരാണ് അവനെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അവൻ ചത്തോ? അല്ല, നിങ്ങൾ അവനെ കൊന്നോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ കൊണ്ട് ഞാൻ അശ്വിനി പാണ്ഡെയെ വളഞ്ഞു. അവർ നേരിയ മന്ദഹാസത്തോടെ അവിടെ ഒരു വശത്ത് ഉറപ്പിച്ചിരിക്കുന്ന വലിയ ഒരു LED സ്ക്രീനിൻ്റെ സ്വിച്ചിലേക്ക് തൻ്റെ നീണ്ട സുന്ദരമായ വിരലുകൾ നീട്ടി. അന്ന് റിസോർട്ടിൽ അരങ്ങേറിയ രസകരമായ സംഭവങ്ങൾ 4K റെസല്യൂഷനിൽ വളരെ ഭംഗിയോടെ ഞങ്ങൾക്ക് മുന്നിൽ വീണ്ടും തെളിഞ്ഞു തുടങ്ങി. പാം സിറ്റിയിലെത്തിയ ശതകോടീശ്വരന്മാരായ ടൂറിസ്റ്റുകൾക്കായി പ്രത്യേകം ഒരുക്കിയ സവിശേഷമായ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ആയിരുന്നു അത്. ചിൽ ആൻഡ് ചിക്ക് ചാലഞ്ച്, ഫുഡ് വാർ.
എന്ന് വലിയ അക്ഷരത്തിൽ മത്സരത്തിന്റെ പേര് സ്ക്രീനിൽ തെളിഞ്ഞതോടെ ലോണിൽ പ്രത്യേകം സജ്ജമാക്കിയ ഇരിപ്പിടങ്ങളിലേക്ക് ക്യാമറ പതുക്കെ നീങ്ങിത്തുടങ്ങി. അവിടെ സ്വദേശികളും വിദേശികളും അടങ്ങുന്ന അതിസമ്പന്നരായ 50ഓളം ആളുകൾ മത്സരം കാണാൻ ഉപവിഷ്ടരായി കഴിഞ്ഞിരുന്നു. ബോളിവുഡിലെ മുൻനിര നായികമാരിൽ ഒരാളായ പായൽ മഹാജന്റേതായിരുന്നു വെൽക്കം സ്പീച്ച്. അവർ തന്നെയാണ് ആ പ്രോഗ്രാമിന്റെ അവതാരക. അവിടെ എത്തിച്ചേർന്നവരുടെ കൂട്ടത്തിൽ അടുത്തിടെ ശൂന്യാകാശത്തിൽ പോയി വന്ന 2 പേർ കൂടി ഉണ്ടെന്ന് പായൽ ഒരു സർപ്രൈസ് പോലെ വെളിപ്പെടുത്തിയതും അവരിൽ ഒരാളുടെ പേർ നർമ്മദ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൾക്ക് അവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി നേരത്തെ അറിയാമായിരുന്നു. 10 സെക്കൻഡിനുള്ളിൽ പാഹറിനെ മറന്ന് ഞങ്ങൾ സന്ദർശകരെ പോലെ ആ ആഘോഷ കാഴ്ചകൾക്കുള്ളിൽ അകപ്പെട്ടുപോയി. ജീവിതത്തിൽ ഇനിയൊന്നും കണ്ടും അനുഭവിച്ചും ആസ്വദിക്കാൻ ബാക്കിയില്ലാത്തവർക്കു വേണ്ടി പാം സിറ്റി കണ്ടെത്തിയ പരിപാടി കൊള്ളാം. നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വച്ച് ഏറ്റവും അറപ്പ് തോന്നിക്കുന്ന അനുഭവം എന്ന മുഖവുരയോടെയാണ് പായൽ മത്സരത്തിന് തുടക്കം കുറിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട 20 പേരാണ് ആ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പായൽ ഓരോരുത്തരുടെ പേര് ചൊല്ലി വിളിച്ചതും അതാതു രാജ്യത്തിന്റെ പതാകകൾ അണിയിച്ചുകൊണ്ട് സുന്ദരികളായ പെൺകുട്ടികൾ അവരെ കൈപിടിച്ച് വേദിയിലേക്ക് ആനയിച്ചു. 18ാമനായി വന്ന ആളെ കണ്ടതും ഞങ്ങൾ ഞെട്ടിപ്പോയി. പാഹർ. സന്ദർശകരുടെ നിർത്താത്ത കരഘോഷത്തിനിടയിൽ മത്സരാർത്ഥികളുടെ മുന്നിൽ അവരവർക്ക് ഇഷ്ടപ്പെട്ട രുചിക്കൂട്ടുകൾ ചേർത്ത ചിക്കനും ചിൽഡ് ബിയർ ബോട്ടിലുകളും നിരന്നു. ഹോട്ടലിന്റെ GM എഴുന്നേറ്റ് അരയിലെ തുകലുറയിൽ നിന്നും ഒരു റിവോൾവർ വലിച്ചെടുത്ത് 20 പേരുടെ കൈകൾ ഒന്നടങ്കം മാംസത്തിനകത്ത് അവരവരുടേതായ ട്രാക്കുകൾ കണ്ടെത്തി മുന്നോട്ടു കുതിച്ചു. അതിഥികൾ അവർ സ്ഥിരം കൂടെ കൊണ്ടുനടക്കുന്ന പദവികളും അന്തസ്സും ആത്മനിയന്ത്രണവും ഒക്കെ മറന്ന് വിസിലടിയും ആർപ്പുവിളികളുമായി വിജയക്കുതിപ്പിലേക്ക് സ്വന്തം നാട്ടുകാരെ ഉത്തേജിതരാക്കിക്കൊണ്ടിരുന്നു. മത്സരാർത്ഥികൾക്കു മുമ്പിൽ എല്ലുകൾ കുമിഞ്ഞു കൂടി തുടങ്ങി. ബോട്ടിലുകൾ കാലിയായി. തീറ്റയ്ക്കിടയിൽ ചിലരുടെ കണ്ണുകൾ തുറിച്ചു. ചിലരുടെ മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും വെള്ളം തുള്ളികളായി പ്ലേറ്റിൽ വീണുകൊണ്ടിരുന്നു. ചിലർ ഓക്കാനിച്ചു. മറ്റു ചിലർ ആദിമകാലത്തെ ഗുഹാവാസികളെ പോലെ പല്ലുകളിൽ മാംസകഷണങ്ങൾ തൂക്കിയിട്ട് ഉച്ചത്തിൽ അലറി. പരാജയത്തിന്റെ വക്കിലെത്തിയവർ അതിന്റെ ആഘാതം താങ്ങാനാവാതെ എണ്ണയും മസാലയും എടുത്ത് മുഖത്തും ദേഹത്തുമെല്ലാം തേച്ചു. നിലത്തെ പുൽത്തകിടിയിൽ വീണുരുണ്ടു. കൂട്ടത്തിൽ ആദ്യം പുറത്തായ ചൈനക്കാരൻ തന്റെ കോഴിയെ എടുത്ത് തറയിലടിച്ച് പല കഷണങ്ങളാക്കി അത് കാണികൾക്ക് നേരെ വലിച്ചെറിഞ്ഞു. ഏറുകൊണ്ടവരാകട്ടെ ക്ഷമാപണം നടത്താൻ മുന്നോട്ട് വന്ന ആതിഥേയരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സൗഭാഗ്യം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവർ തങ്ങളാണെന്ന മട്ടിൽ ചൈനക്കാരനു നേരെ നന്ദിയോടെ കൈകൾ ഉയർത്തി. തുടർന്ന് മറ്റുള്ളവരുടെ അനുമോദനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പുൽമേടുകളിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. വർഷങ്ങളായി ഒരു പലസ്തീനിയുടെ ഉദരത്തിൽ കെട്ടിക്കിടന്ന ഭയാനകമായ ശൂന്യതയിലേക്ക് അപ്രതീക്ഷിതമായി ആഹാരം കടന്നുവന്നതും പൊട്ടിപ്പുറത്തേക്കു വന്ന അധോവായുവിന്റെ സ്ഫോടന ശബ്ദം ഒരു നിമിഷം എല്ലാവരെയും ഭയചകിതരാക്കി. ചിലർ ഒരു ഷെൽ വർഷത്തിൽ നിന്നെന്ന പോലെ ഇരിപ്പിടത്തിൽ നിന്നും ഇറങ്ങിയോടി. അശ്വിനി പാണ്ഡെ പിന്നീട് അവരെയെല്ലാം ആശ്വസിപ്പിച്ച് വീണ്ടും കസേരകളിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഉറ്റുനോക്കി. ഇപ്പോൾ തന്നെ പാഹർ മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലാണ്. അവന്റെ തീറ്റ കണ്ട് ജുറാസിക് പാർക്കിലെ മാംസഭോജിയായ ടൈറാനോസോറിന്റെ മുന്നിൽ പെട്ടതുപോലെ നർമ്മദ എൻ്റെ പിറകിൽ ഒളിച്ചു. തിന്നാനെടുക്കുന്ന സമയവും കഴിച്ചുകഴിഞ്ഞ സാധനങ്ങളുടെ അളവും രേഖപ്പെടുത്തിക്കൊണ്ട് പിന്നിലെ ലാപ്ടോപ്പുകളിൽ നിന്നും അക്കങ്ങൾ മത്സരാർത്ഥികൾക്ക് പിന്നാലെ അതേ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. മെൽവിൻ, ലുക്ക് അറ്റ് ഹിം. നർമ്മദ എൻ്റെ പിന്നിൽ നിന്നും പാഹറിനു നേരെ വിരൽ ചൂണ്ടി. ഞാൻ നോക്കിയപ്പോൾ മേശപ്പുറത്തുയർന്ന എല്ലുകളുടെ കുന്നിനു മുകളിൽ ഒരു കോഴിക്കാലുകൂടി എടുത്തുവച്ച് അവൻ ഞങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനായി. മെല്ലെ മെല്ലെ ഇന്ത്യയിൽ നിന്നുള്ള 7 പേരടക്കം 13 രാജ്യങ്ങളിൽ നിന്നുള്ളവർ തമ്മിൽ യുദ്ധം തുടങ്ങിയ സ്ഥലത്ത് ഇപ്പോൾ വെറും അസ്ഥികൾ മാത്രം ബാക്കിയായി. പാഹർ അടക്കം ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിക്കുന്ന അവസാനത്തെ 4 പേരോട് പായൽ ബാധ കയറിയതുപോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. Hurry up, hurry up. This war is about to reach its final phase. Will you please stop it? ഞാൻ അലറി. അശ്വിനി പാണ്ഡെ ഒന്നും സംഭവിക്കാത്തതുപോലെ LED സ്ക്രീൻ ഓഫ് ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. അവർ ഞങ്ങൾക്കു നേരെ മന്ദഹാസത്തോടെ കൈനീട്ടി. ഈ കോമ്പറ്റീഷൻ കാ വിജയി പഹാർ ഥാ. എന്നിട്ട് അവൻ എവിടെ? എല്ലിൻ കൂമ്പാരങ്ങൾ ഉണ്ടാക്കിയ ഞെട്ടലിൽ നിന്ന് മുക്തനാവാതെ ഞാൻ ചോദിച്ചു.
കം വിത്ത് മീ. അശ്വിനി ഞങ്ങളെയും കൂട്ടി റിസോർട്ടിന് പിന്നിലെ ഗോഡൌണിലേക്ക് നടന്നു. അവിടെ ഭക്ഷ്യധാന്യങ്ങൾ അടുക്കി വെച്ച ചാക്കുകൾക്കു താഴെ ഒരു ഡെസ്കിൽ മലർന്നു കിടക്കുന്ന പാഹർ. ഞാൻ ഓടിച്ചെന്ന് അവനെ കുലുക്കി വിളിച്ചു. അനക്കമില്ല. പാച്ചു, 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 എണീക്കടാ. ഹീസ് നോ മോർ. അശ്വിനി പാണ്ഡെ ഞങ്ങളുടെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഞാൻ നോക്കി. ഇനിയും ഭക്ഷണത്തിനായിട്ടെന്ന പോലെ അവൻ്റെ വായ തുറന്നു കിടപ്പുണ്ട്. അതിൽ നിന്നും തണുത്ത ബിയറിൻ്റെ മണം പുറത്തേക്ക് വരുന്നു. 2ാം സ്ഥാനക്കാരൻ റുവാണ്ടയിലെ കബാക്കയെ 3.5 കോഴിക്കും 1.25 കുപ്പി ബിയറിനുമാണ് പാഹർ തോൽപ്പിച്ചത്. അസാധ്യമായ മത്സരമായിരുന്നു അവൻ കാഴ്ചവെച്ചത്. ഇക്കാര്യത്തിൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല സർ, അശ്വിനി പാണ്ഡെ അഭിമാനത്തോടെ പറഞ്ഞു. വിശപ്പുകൊണ്ട് ഒരു ഹാൽബക്കാരൻ നിർമ്മിച്ച തിളക്കമേറിയ അത്ഭുതം അപ്പോഴും അശ്വിനിയുടെ കണ്ണിൽ നിന്നും ഒഴിഞ്ഞു പോയിരുന്നില്ല. അവർ പാഹറിൻ്റെ മൊബൈൽ എടുത്ത് എനിക്ക് തന്നു. ഇതിൽ നിന്നാണ് എനിക്ക് നിങ്ങളുടെ നമ്പർ കിട്ടിയത്. ഡോക്ടർമാർ വന്ന് മരണം ഉറപ്പിച്ചു പോയതാണെങ്കിലും പാഹറിനെ പിൻസീറ്റിൽ കിടത്തി കാർ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. പുറത്തെ മഞ്ഞിൽ കിടന്നു തണുത്ത സ്ട്രെച്ചറിൽ നിന്ന് താഴെ ഇറക്കാതെ തന്നെ ഡോക്ടർ അവൻ്റെ നാഡി പിടിച്ചു നോക്കി. മരണം നടന്നിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ബോഡി മോർച്ചറിയിലേക്ക് വിട്ട ശേഷം ഡോക്ടർ കാഷ്വാലിറ്റിയിലെ രജിസ്റ്ററിൽ ഇങ്ങനെ എഴുതി: ദ റീസൺ ഫോർ പഹാർസ് ഡെത്ത് വാസ് എക്സ്ട്രീം മാൽ ന്യൂട്രീഷൻ. ആശുപത്രിയുടെ പുറത്തെ മഞ്ഞുകാറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ നർമ്മദയോട് ചോദിച്ചു, പഹാറിനെ പോലെയുള്ളവർക്ക് വിശക്കുമ്പോൾ വണ്ണം വയ്ക്കുന്നത് ആരാണ്? മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.